സാറേ നമസ്കാരം. നമസ്കാരം സാറേ. സാറൊന്ന് പരിചയപ്പെടുത്താവോ? സാറിന്റെ പേര്? എൻ്റെ പേര് സോമൻ നായർ. സാർ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. കടുത്തുരുത്തിയിലാണ് താമസം. ഇത് മൂന്നാർ 1 ഏക്കർ സ്ഥലം റബ്ബർ ആയിരുന്നു. അപ്പോൾ ഇത് റബ്ബർ മാറ്റിയിട്ട് കുറച്ചുകൂടെ മനുഷ്യന് ഇണങ്ങുന്ന നല്ല പഴങ്ങളാക്കണമെന്നൊരു ആഗ്രഹം കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സാറ് നമ്മുടെ ആർക്കെ ഓർഗാനിക് സെൻ്ററുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഒരുമാതിരിയുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു നഴ്സറി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, ഫോറസ്റ്റിൽ റിട്ടയർ ചെയ്ത രാധാകൃഷ്ണൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഹോബി പോലെ, ഒരു ബിസിനസ്സിനേക്കാൾ ഉപരി ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് പരിചയപ്പെടുത്തുകയും അതിനുവേണ്ട സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ബന്ധപ്പെട്ടത്. അതായത് അത് എനിക്ക് വളരെ സാറിപ്പം സാറ്റിസ്ഫൈഡ് ആണ്, നല്ല ഹാപ്പിയാണ് ഏതായാലും അല്ലേ? എനിക്കിവിടെ വന്ന് കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമ്മുടെ ഈ പ്ലാന്റ്സ് എല്ലാം നല്ല രീതിയിൽ നല്ല പച്ചപ്പോടുകൂടി നിൽക്കണ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ. എല്ലാം കായ്ച്ചൊക്കെ കാണുമ്പോൾ ഇവിടെ ചെറുനാരകമൊക്കെ കായ്ച്ച് കണ്ടു. അതുപോലെ തന്നെ അമ്പഴങ്ങ ഇഷ്ടം പോലെ കിട്ടിയെന്ന് സാറ് തന്നെ പറഞ്ഞിരുന്നു ഇവിടെ. അതുപോലെ തന്നെ ഓറഞ്ചാണ് ഇവിടെ സമൃദ്ധമായിട്ട് നമുക്ക് ഓറഞ്ച് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എല്ലാ പ്ലാന്റിലും തന്നെ ഓറഞ്ചിൻ്റെ എല്ലാ പ്ലാന്റിലും തന്നെ നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഗസ്തിച്ചീരയിലൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ട്. അവക്കാഡോ, ഗമ്മലസ് ജാക്ക്, നമ്മുടെ കൊല കുത്തി ഇവിടെ ഉണ്ടാക്കി കിടപ്പുണ്ട്. അപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ കാണുമ്പോൾ തന്നെ 1 വർഷമായപ്പോൾ തന്നെ ആയിരുന്നു അല്ലേ? അബിയു ഒക്കെ ഫ്രൂട്ട് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? വേണ്ടല്ലേ, അബിയുലെല്ലാം കായുണ്ട്, ഇവിടെയുണ്ട്, വേണ്ടല്ലേ. അപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ എല്ലാത്തിലും ഇങ്ങനെ കായൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ വളരെ സന്തോഷമാണ്. ഇവിടെ നല്ലപോലെ വീട് മാറ്റി വിരിച്ചിട്ടുണ്ട്. വീട് മാറ്റി വിരിച്ചതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കളയുടെ ശല്യം ഉണ്ടാവില്ല. നല്ല ബഡ് കുടംപുളിയാണിത്. കുടംപുളി ഒക്കെ നന്നായിട്ടൊക്കെ ആയി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റംബൂട്ടാനുണ്ട്. പിന്നെ റംബൂട്ടാനൊക്കെ പ്ലാന്റ് ചെയ്തിരിക്കുന്ന വേറൊരു ഒരു പോർഷൻ കൂടെ ഉണ്ട് വേറെ സൈഡിൽ. പക്ഷേ ഇത്രയും ഏരിയ വളരെ മനോഹരമായിട്ടാണ് സാർ ഇവിടെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിൽ 4 വെറൈറ്റി മാവ് ബഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ 1 വർഷത്തെ താഴെ ആയിട്ടുള്ളൂ. ഇനിയുള്ള ഒരു സീസണിൽ നല്ലപോലെ ഇതെല്ലാം കായ്പ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലൂമാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആവശ്യാനുസരണം മാത്രം നന കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന ഒത്തിരി കൂടുതലായി കഴിഞ്ഞാലും ഈ പ്ലാന്റ് കായ്ക്കാനായിട്ട് താമസം വരും. അതേസമയം വളരെ കൃത്യമായ ജലസേചനമാണ് ചെടികൾക്ക് ആവശ്യം. താങ്ക് യു സാറേ, സന്തോഷം. ഓക്കെ.